തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. ആളുകളുടെ തിരക്ക്, അനൗൺസ്മെന്റ്സ്, ട്രെയിൻ സൗണ്ട്സ്. അവയുടെ നടുവിൽ പ്ലാറ്റ്ഫോം നമ്പർ 3 നിൽക്കുകയായിരുന്നു അഭിൻ. കയ്യിൽ കോഫി കപ്പ്. കണ്ണുകൾ ഒരാളെ തിരയുന്നു. കാരണം കഴിഞ്ഞ 1 വർഷമായി ഓരോ ദിവസവും രാവിലെ 7:20 ഒരു പെൺകുട്ടി അതേ ട്രെയിനിൽ നിന്നിറങ്ങും. അതിനുശേഷമാണ് അഭിന്റെ ദിവസം തുടങ്ങുന്നത്. അവളുടെ പേര് മീര. ആദ്യമായി അവളെ കണ്ടത് ഒരു മഴയുള്ള രാവിലെയായിരുന്നു. ട്രെയിൻ ലേറ്റ്. പ്ലാറ്റ്ഫോം മുഴുവൻ ആളുകൾ. അഭിൻ ഫോൺ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ അവന്റെ മേൽ ഇടിച്ചു. കോഫി മുഴുവൻ ഷോട്ടിലേക്ക് വീണു. OMG, സോറി, ഒരു പെൺശബ്ദം. അഭിൻ ഇറിറ്റേറ്റായി തല ഉയർത്തി. പക്ഷേ അവളുടെ ഫേസ് കണ്ട നിമിഷം അവന്റെ കോപം പോയി. ലോങ് ഹെയർ, വെറ്റ് കണ്ണുകൾ, ക്യൂട്ട് നെർവസ് സ്മൈൽ. റിയലി സോറി, ട്രെയിൻ സഡൻലി സ്റ്റോപ്ഡ്, അവൾ പറഞ്ഞു. അഭിൻ ഓക്വേർഡായി ചിരിച്ചു. ഇറ്റ്സ് ഓക്കെ. അവൾ ടിഷ്യൂ കൊടുത്തു. കോമ്പൻസേഷൻ, അവൾ ചിരിച്ചു. ആ ചെറിയ ചിരി അഭിൻ മറന്നില്ല. അതിനുശേഷം എവ്രി മോർണിംഗ് അവർ തമ്മിൽ കാണും. ആദ്യം സ്മൈൽസ് മാത്രം, പിന്നീട് സ്മോൾ ടോക്സ്. കോഫി ഇന്നും ഡേഞ്ചറസ് ആണോ? മീര ടീസ് ചെയ്യും. ടുഡേ സേഫാണ്, അഭിൻ ചിരിക്കും. പതിയെ ആ 10 മിനിറ്റ് ട്രെയിൻ പ്ലാറ്റ്ഫോം കോൺവെർസേഷൻസ് അവരുടെ ദിവസത്തിലെ ഫേവററ്റ് മൂമെന്റായി. മീര വളരെ ഡിഫറന്റായ ആളായിരുന്നു. അവൾ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തും. റെയിൻ സ്മെൽ, ഓൾഡ് സോങ്സ്, വിൻഡോ സീറ്റ്, ട്രെയിൻ യാത്ര. അവൾ പറയും, ട്രെയിൻസ് ആർ ബ്യൂട്ടിഫുൾ. വൈ? അഭിൻ ചോദിച്ചു. ബിക്കോസ് ചില ആളുകൾ വരും, ചിലർ പോകും, പക്ഷേ ജേർണി കണ്ടിന്യൂ ചെയ്യും. അഭിൻ സ്മൈൽ ചെയ്തു. ഡീപ്പ് ആൻസർ. ഞാൻ ഡീപ്പ് പേഴ്സൺ ആണ്, അവൾ ഡ്രമാറ്റിക്കായി പറയും. അവർ ചിരിക്കും. മന്ത്സ് കടന്നുപോയി. അവർ ക്ലോസായി. പക്ഷേ ഒഫീഷ്യലി ലവ് കൺഫസ് ചെയ്തില്ല. ആവശ്യമില്ലായിരുന്നു. കണ്ണുകളിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. ഒരു ദിവസം ട്രെയിൻ മിസ്സായതുകൊണ്ട് അവർ സ്റ്റേഷൻ ബെഞ്ചിലിരുന്നു. ഹെവി മഴ. മീര ലാപ്ടോപ്പ് സ്ക്രീനിന്റെ ലൈറ്റ് മാത്രം മുറിയിൽ. ഗെയിമിംഗ് ഹെഡ്സെറ്റ് മാറ്റിവെച്ച് ചെയറിലേക്ക് പിന്നോട്ട് ചായുകയായിരുന്നു ആദിൽ. ഡിസ്കോർഡ് നോട്ടിഫിക്കേഷൻ സൈലന്റ്. ഇൻസ്റ്റഗ്രാം ക്ലോസ്ഡ്. പക്ഷെ അവന്റെ കണ്ണുകൾ ഒരു ചാറ്റ് വിൻഡോയിൽ തന്നെ. അനു. ലാസ്റ്റ് സീൻ 2 minutes ago. ആദിൽ ചെറിയൊരു സ്മൈൽ ചെയ്തു. കാരണം കഴിഞ്ഞ 3 വർഷമായി അവന്റെ ഓരോ രാത്രിയും അവസാനിക്കുന്നത് അവളോടുള്ള കോൺവെർസേഷനോടെയായിരുന്നു. അവർ റിയൽ ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ അവൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും റിയലായ ആളായിരുന്നു. 3 years ago. കോവിഡ് ലോക്ക്ഡൌൺ സമയം. ബോർഡം, ഓൺലൈൻ ഗെയിംസ്. അവിടെ നിന്നാണ് ആദിൽ ആദ്യമായി അനുവിനെ കണ്ടത്. റാൻഡം ടീം മാച്ച്. ആദ്യ കോൺവെർസേഷൻ തന്നെ ഫൈറ്റ്. ബ്രോ റിവൈവ് ചെയ്യാൻ പോലും അറിയില്ലേ? അനു ഷൗട്ട് ചെയ്തു. ആദിൽ ഇറിറ്റേറ്റഡായി. മേ ബി ബിക്കോസ് സംവൺ റഷ്ഡ് അലോൺ. അവൾ ലാഫ് ചെയ്തു. ഓക്കെ, മേ ബി മൈ ഫോൾട്ട്. ആ രാത്രി ഗെയിം കഴിഞ്ഞിട്ടും അവർ ചാറ്റ് ചെയ്തു. പിന്നീട് എവ്രി ഡേ. ഗെയിമിംഗ് മുതൽ ലൈവ് കോൺവെർസേഷൻസ് വരെ. സ്ലോലി അവർ ഇൻസെപ്പറബിളായി. അനു വളരെ എനർജറ്റിക്കായ ആളായിരുന്നു. വോയിസ് കോളിൽ നോൺ സ്റ്റോപ്പ് സംസാരിക്കും. റാൻഡം സോങ്സ് പാടും. മിഡ് നൈറ്റ് മീംസ് അയക്കും. ആദിൽ ഡിപ്രസ് ഡേയ്സിലും അവൾ അവനെ ലാഫ് ചെയ്യിക്കും. നിനക്ക് ഓവർ തിങ്കിങ് ഡിസീസാണ്, അവൾ പറയും. നിനക്ക് ടോക്കിംഗ് ഡിസീസാണ്, ആദിൽ റിപ്ലൈ ചെയ്യും. അവൾ ലൗഡായി ലാഫ് ചെയ്യും. ആ ലാഫ് അവന്റെ ഫേവററ്റ് സൗണ്ടായി. മന്ത്സ് പാസ്റ്റ്. വീഡിയോ കോൾസ് തുടങ്ങി. മൂവീസ് ടുഗെദർ. ലേറ്റ് നൈറ്റ് സ്ലീപ്പ് കോൾസ്. ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷെ കണക്ഷൻ വളരെ ക്ലോസ്. ഒരു ദിവസം അനു ചോദിച്ചു, നമ്മൾ റിയൽ ലൈഫിൽ കണ്ടാൽ ഓക്വേർഡ് ആകുമോ? ആദിൽ ചിരിച്ചു. പ്രോബബ്ലി 5 minutes. Then ഫീൽസ് ലൈക്ക് ഫോറെവർ അറിയുന്ന ആളുകൾ പോലെ. അനു സൈലന്റായി സ്മൈൽ ചെയ്തു. ഒരു രാത്രി റെയിൻ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അനു സഡൻലി ചോദിച്ചു, ആദിൽ, ഞാനൊരിക്കൽ ഓഫ്ലൈനായി പോയാൽ? ആദിൽ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു,
ഇംപോസിബിൾ. നീ ഫോണില്ലാതെ സർവൈവ് ചെയ്യില്ല. അവൾ ലാഫ് ചെയ്തു. പക്ഷെ പിന്നീട് സൈലൻസ്. സീരിയസ്ലി. ആദിലിന്റെ ടോൺ മാറി. വൈ വുഡ് യു സേ ദാറ്റ്? അവൾ സ്ലോലി പറഞ്ഞു. ജസ്റ്റ് പ്രോമിസ് മീ, നീ വെയിറ്റ് ചെയ്യില്ലെന്ന്. ആദിലിന്റെ ഹാർട്ട് വിയേർഡായി.